വാർത്താ നേരം ആരംഭിക്കുകയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ ആദ്യം. ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചെന്ന പരാതിയിൽ ലോകായുക്ത വിധി ഇന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകം. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ, എതിർകക്ഷികൾ, കേസ് LDFിലെ അടുപ്പക്കാർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനർഹമായി പണം നൽകിയെന്ന പരാതിയിൽ. ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടുന്നതുവരെ സമരം ശക്തമായി തുടരാൻ നാട്ടുകാർ. ഇന്ന് പൂപ്പാറയിൽ ധർണ. സിംഗകണ്ഠത്ത് രാപ്പകൽ സമരം. കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി നേരിട്ടെത്തണമെന്ന ആവശ്യം. ദൗത്യസംഘം ജില്ലയിൽ തുടരും. വിരമിക്കൽ ദിനത്തിൽ KTU താൽക്കാലിക VC സിസ തോമസിന് ഹിയറിംഗ് വെച്ച് സർക്കാർ. വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകണം. നടപടി സർക്കാർ അനുമതിയില്ലാതെ VC ചുമതലയേറ്റതിന്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിക്ക് സാധ്യത. തിരുവനന്തപുരം സൂര്യഗായത്രി വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അരുണിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. നീലചിത്ര നടിക്ക് പണം നൽകിയ കേസിൽ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. ട്രംപിനെതിരെ കുറ്റം ചുമത്തി ന്യൂയോർക്ക് ഗ്രാൻഡ് ജൂറി. അറസ്റ്റിന് സാധ്യത. രാഷ്ട്രീയ വേട്ടയാടലെന്ന് ട്രംപ്. IPL 16-ാം സീസൺ ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം വൈകിട്ട് 7:30 അഹമ്മദാബാദിൽ.